കുപ്പി തുണി വേസ്റ്റ് ഡ്രെയിനേജ് വേസ്റ്റ് കവറിൽ പൊതിഞ്ഞായിട്ടേക്കണം. ഡ്രെയിനേജിന്റെ വേസ്റ്റുകളെ കവറിൽ പൊതിഞ്ഞായിട്ടേക്കണം. എല്ലാ ഈ മാലിന്യം പൂർണ്ണമായും നീക്കി തീരണമെങ്കിൽ നിങ്ങൾ അവിടെ ഇറങ്ങിയതാണ്. എത്ര സമയം കൊണ്ട് നമുക്കിത് കഴിയും? അത് ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ഇത്ര ഇവിടെ നിന്ന് അങ്ങ് അറ്റം ദൂരം ഇത്ര ഗ്യാപ്പില്ല. അതിനുള്ള മറ്റേ റോബോട്ട് കുറേശ്ശെ ഇത് എടുക്കണുള്ളൂ. കുറേശ്ശെ എടുക്കണുള്ളൂ. അതിനേക്കാളും കുറേയൊക്കെ നെറ്റിട്ട് നമുക്ക് എടുക്കാം. കുറേ കൂടെ വിജയമായിരിക്കും. നെറ്റിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ കല്ലുപോലെ കുറേശ്ശെ നെറ്റിനകത്താക്കിയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇവിടേക്ക് ഇതിനുള്ളിലേക്ക് ഇറങ്ങിയിരുന്നത് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ വലിയ ബുദ്ധിമുട്ട് നേരിട്ടാണ് അതിന് ഉള്ളിൽ നിന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായിരുന്നു അതിനകത്തേക്ക് ഇറങ്ങിയപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മീറ്റർ ഹൈറ്റിൽ പാറ പോലെ സെറ്റായിട്ട് വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു അരമുക്കാൽ ഡിസ്റ്റൻസിലേ നമുക്ക് വെള്ളം 1 മീറ്ററോളം നമ്മൾ അങ്ങോട്ട് പോകും. മാലിന്യം മാറ്റി മുന്നോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഉറച്ചെടുക്കാൻ പറ്റില്ല ഒരിക്കലും. നമ്മൾ ഈ വേസ്റ്റ് ഇത്രയും അടിയിൽ പാറ പോലെ സെറ്റായിട്ടിരിക്കുക. അതിന്റെ അടിയിൽ ഒരു 1/2 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. അതിൽ കിടന്ന് ഈ തുണി മാറ്റിയാ പോണത്. അതായത് ഈ സാധാരണ നിങ്ങൾ സ്കൂബ ഡൈവ് ചെയ്യുമ്പോൾ പോലെ നീന്തി പോകാനൊന്നും കഴിയില്ല. ഭയങ്കര റിസ്കി കേവ് ഡൈവിംഗ് പോലെ അതിനേക്കാളും നല്ല റിസ്ക് ഉള്ളതാണ്. പിന്നെ ഈ വെള്ളത്തിന്റെ അളവ് കുറയുമ്പം ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പുറത്തു വന്നിരുന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ ഭീഷണി നേരിട്ടാണ് നിങ്ങൾ അതിനകത്ത് ഇറങ്ങിയത്. ഇതിപ്പോ ജീവനെ പണയം വെച്ച് തന്നെയാണ് പോയത്. കാര്യം എന്നറിയാമോ, വെള്ളം തീർന്നു കഴിഞ്ഞാൽ പേര് സുജയൻ, എൻ്റെ പേര് സുജയൻ. അപ്പോൾ എന്ന് പറഞ്ഞാലേ ഈ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഈ വേസ്റ്റ് നമ്മുടെ പുറത്തായിരിക്കുന്നത്. വെള്ളത്തിന്റെ പുറത്ത് ട്രാപ്പാണ്. ഇവിടെ റോപ്പ് നമ്മുടെ ആങ്കറിൽ വലിച്ചാലും വരില്ല. അത്രയ്ക്കും വെയിറ്റ് ആണ്. ഈ ലോഡ് നമ്മുടെ പുറത്തിരിക്കുമ്പോഴേ നമുക്ക് പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. ഒരിക്കലും ഇവർ വലിച്ചാലും വരില്ല. നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. വലിയ ഡേഞ്ചർ പറ്റിയാലും അങ്ങനെ ആയിരിക്കും സാധാരണ. കാരണം കൈ എന്തായാലും മേളിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും. അവിടെ ട്രാപ്പായി കാണും. വേസ്റ്റിന്റെ ഇടയിലായിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് പോലും ഇതൊന്നും സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? മാറിയാലേ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഇതുള്ളത് നമ്മൾ നോക്കാത്ത അങ്ങ് താഴെ അങ്ങ് അറ്റമുണ്ട്. ഇനി പവർ ഹൗസ് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പവർ ഹൗസ് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നോക്കാത്ത സ്ഥലമുണ്ട്. അവിടെ സെർച്ച് ചെയ്യണം. അല്ലാതെ ഇതിപ്പോൾ ഈ മാലിന്യം നീക്കാനും ഇങ്ങനെ ഉറച്ചു കിടക്കുന്നതാണ് നിങ്ങൾ പറയുമ്പോൾ തോണ്ടി കുറേശ്ശെ സെറ്റായിട്ട് എടുക്കണം. പക്ഷെ ഒരുമിച്ച് തള്ളിയാൽ നീങ്ങൂല. അപ്പോൾ കുറേശ്ശെ വലിച്ചെടുക്കണം. ഈ കുപ്പി തുണി വേസ്റ്റ് ഡ്രെയിനേജ് വേസ്റ്റ് കവറിൽ പൊതിഞ്ഞായിട്ടേക്കണം. ഡ്രെയിനേജിന്റെ വേസ്റ്റുകളെ കവറിൽ പൊതിഞ്ഞായിട്ടേക്കണം. എല്ലാ ഈ മാലിന്യം പൂർണ്ണമായും നീക്കി തീരണമെങ്കിൽ നിങ്ങൾ അവിടെ ഇറങ്ങിയതാണ്. എത്ര സമയം കൊണ്ട് നമുക്കിത് കഴിയും? അത് ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ഇത്ര ഇവിടെ നിന്ന് അങ്ങ് അറ്റം ദൂരം ഇത്ര ഗ്യാപ്പില്ല. അതിനുള്ള മറ്റേ റോബോട്ട് കുറേശ്ശെ ഇത് എടുക്കണുള്ളൂ. കുറേശ്ശെ എടുക്കണുള്ളൂ. അതിനേക്കാളും കുറേയൊക്കെ നെറ്റിട്ട് നമുക്ക് എടുക്കാം. കുറേ കൂടെ വിജയമായിരിക്കും. നെറ്റിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ കല്ലുപോലെ കുറേശ്ശെ നെറ്റിനകത്താക്കിയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അത് അവിടെ നിന്ന് നമ്മുടെ എൻട്രൻസിൽ നിന്ന്. അല്ലാതെ ഇതിന് അടിയിൽ പോയി നമുക്ക് നെറ്റിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഡൈവ് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല. അപ്പോൾ അവിടെ കരയുന്നതിനെ മാറ്റാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെള്ളം തള്ളി ഇങ്ങോട്ട് കളയണം. അവിടെ നിന്ന് വലിച്ച് അങ്ങോട്ട് കുറേശ്ശെ മാറ്റണം. ഇനി മാൻഹോളിൽ ഇറങ്ങി പരിശോധിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഒന്നാലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സെർച്ച് ചെയ്യും. ബോഡി പൊങ്ങിയാലും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെയല്ലേ പോകും. നമുക്ക് അവിടെ സെർച്ച് ചെയ്തതിനെ കാര്യമുള്ളൂ. മാൻഹോളിൽ തന്നെ സെർച്ച് ചെയ്യാത്ത അങ്ങ് അറ്റമുണ്ട്. പവർ ഹൗസ് റോഡിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനിയിപ്പോൾ ഇവിടെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സെർച്ച് ചെയ്യും. കോറിയോ പുഴയാണെങ്കിൽ ബോഡി പൊങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇതിപ്പോൾ എന്തായാലും ബോഡി പൊങ്ങിക്കാണും അടുത്ത ദിവസം 24 മണിക്കൂർ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും സെർച്ചിങ് എന്തായാലും തുടർന്നാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ നമുക്ക് ബോഡി. ഇല്ലെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരും. അതെ, മാലിന്യം. ഇതാണ് അക്ഷയ അതിൽ ഇറങ്ങിയ ഉദ്യോഗസ്ഥരുടെ അനുഭവം പറഞ്ഞതാണ് കേട്ടത്. എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാലിന്യമുണ്ട്, അത് പ്രതിസന്ധിയാണ്, വെള്ളം ഒഴുകുന്നത് പ്രതിസന്ധിയാണ്, ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരിക്കലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞെട്ടിക്കുന്ന വാക്കുകളാണ് ആ 2 ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞ് കടന്നു പോയത്. അതായത് അവർ എത്രത്തോളം ഭീഷണി നേരിട്ടാണ് അതിനുള്ളിൽ നിന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. പാറ പോലെ ഉറച്ചിരിക്കുകയാണ് മാലിന്യം എന്നുള്ളതാണ് അവർ പറയുന്നത്. മാലിന്യം അവർക്ക് തലയ്ക്ക് മുകളിലും താഴെയുമായി മാലിന്യമാണ്. ഇവർ കടന്നു പോകുന്ന സമയത്ത് ആ മുകളിലുള്ള മാലിന്യം ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ അതിനിടയിൽ പെട്ടുപോകും. ഇവരെ റോപ്പ് ചുറ്റിയാണ്. ഇവർക്ക് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇവരെ താഴേക്ക് ഇറക്കുന്നത് നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ്. അങ്ങനെ ഇറക്കുമ്പോൾ പോലും അവരെ കയറ് കെട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നും വലിച്ചാൽ അവരെ കരയിലേക്ക് എടുക്കാൻ പരുവത്തിലുള്ള ഒരു കയറ് കെട്ടിയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരു കാര്യമെന്ന് പറയുന്നത് ആ മുകളിലുള്ള മാലിന്യം ഇവർക്ക് മുകളിലേക്ക് പതിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഇവർ ഇഴഞ്ഞാണ് അതിൻ്റെ അടിയിലൂടെ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഇടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീഴുന്ന അവസ്ഥയുണ്ടായാൽ പിന്നീട് ഇവരെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഇവരുടെ ജീവൻ കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.